നേതൃത്വത്തിൽ ബഹുമാന്യരായ നേതാക്കന്മാർ ാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമന്വിതനായിട്ടുള്ള നേതാവ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തിലെ യുവാക്കളോടും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടും പറയുന്നു, കോൺഗ്രസ് പാർട്ടി സ്റ്റാൻഡിംഗ് ഫോർ ദ സ്റ്റുഡൻസ്. ഈ നാട്ടിലെ 2015 ശേഷം ഇന്ത്യയിൽ 90കളിലധികം പരീക്ഷകളാണ് ലീക്കായിട്ടുള്ളത്. ഈ ലീക്ക് നടക്കുന്നത് ഒരിടത്തല്ല. ഈ ലീക്ക് നടക്കുന്നത് ഈ പരീക്ഷ സെറ്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ഇത് പ്രിന്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, വേരഘോഷം നടക്കുന്നുണ്ട്, പരീക്ഷയുടെ അകത്ത് തന്നെ നടക്കുന്നുണ്ട്. ഇത് സമര പ്രഖ്യാപനമാണ്. സമരം വരാനിരിക്കുന്നു എന്നുള്ളത് ആമുഖമായി ഞാൻ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പരീക്ഷ ചോർന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് പ്രശ്നമല്ല. 2014 CBSEയുടെ +2 ഫിസിക്സ് ചോർന്നാൽ അതിലും പ്രശ്നമില്ല. 2015 AMT മെഡിക്കൽ ടെസ്റ്റ് ചേർന്നാൽ അതിൽ പ്രശ്നമല്ല. 2016 നീറ്റ്, അൻഷിക പ്രദീപ്, റിമ ബീഗം, ഭാഗ്യശ്രീ, അതുപോലെ തന്നെ ഐജാമേഷ് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ 10-21 കുട്ടികൾ ഈ കാലയളവിൽ ജീവൻ വെടിയേണ്ടി വന്നു ഗവൺമെന്റിന്റെ ഫെയിലിയർ മൂലം. 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവർ വാല്യൂ ചെയ്തില്ല. അർഹതപ്പെട്ട ആളുകൾക്ക് ജോലി ലഭിക്കേണ്ടതിന് പകരം സ്വന്തം പാർട്ടിക്കാരായ ആളുകളെ തിരികെ കയറ്റുന്ന വലിയ ക്രമക്കേട് കേരള പബ്ലിക് സർവീസ് കമ്മീഷനും നടത്തുകയാണ്. കേന്ദ്രത്തിലും കേരളത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അനീതി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പ്രചരണ പരിപാടികൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടും.